നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാനയാത്രയിൽ ഇന്റർനെറ്റ് ആക്സസ് ഇല്ലാത്തതുമൂലം വലിയ പ്രയാസമാണ് യാത്രക്കാർ അനുഭവിക്കുന്നത്. അത്യാവശ്യമായി ഒന്ന് ഓഫീസ് കാര്യത്തിന് ഒരു മെയിൽ അയക്കാനോ വിളിക്കാനോ പോലും നെറ്റ്വർക്ക് കിട്ടില്ല എന്നതാണ് ഫ്ലൈറ്റ് യാത്രയുടെ ഒരു വലിയ പ്രശ്നം. എന്നാൽ ഇപ്പോൾ വിമാനങ്ങളിൽ യാത്രക്കാർക്ക് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉറപ്പാക്കാൻ ചില എയർലൈൻസ് എങ്കിലും വൈഫൈ കണക്ടിവിറ്റി ഓപ്ഷൻ നൽകുന്നുണ്ട്. യാത്രക്കിടയിൽ തന്നെ ബ്രൗസ് ചെയ്യാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനുമെല്ലാം ഇതിലൂടെ സാധിക്കും. സൗജന്യ ഇന്റർനെറ്റ് സംവിധാനം യാത്രക്കാർക്ക് ഒരുക്കുന്ന വിമാന കമ്പനികളുടെ കൂട്ടത്തിൽ ഇനി ഖത്തർ എയർവേസും ഉണ്ടാകും. വിമാനയാത്രക്കാർക്ക് സൗജന്യ ഇന്റർനെറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് വിമാന കമ്പനി. ഇതിനായി എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കുമായി കരാറിൽ ഒപ്പുവെച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും റൂട്ടുകളിലാണ് ആദ്യഘട്ടത്തിൽ സേവനം ലഭ്യമാകുക. യാത്രക്കാർക്ക് മികച്ച യാത്രാനുഭവം സമ്മാനിക്കുന്നതിന്റെ ഭാഗമായാണ് സ്റ്റാർലിങ്കുമായുള്ള കരാർ. സൗജന്യ ഇന്റർനെറ്റ് സേവനം സജീവമാകുന്നതോടെ ആകാശ സഞ്ചാരത്തിനിടെ യാത്രക്കാർക്ക് സെക്കൻഡിൽ 350 മെഗാബൈറ്റ് വരെ അതിവേഗ വൈഫൈ സ്പീഡ് ആസ്വദിക്കാനാകും. വിനോദ വിജ്ഞാന പരിപാടികൾ ആസ്വദിക്കാനും കായിക മത്സരങ്ങളുടെ വീഡിയോ കാണുന്നതിനും തത്സമയ സംപ്രേഷണം, ഗെയിമിംഗ് തുടങ്ങിയ സേവനങ്ങൾക്കും ഡാറ്റ ഉപയോഗപ്പെടുത്താം. ലോകത്തിലെ ഏറ്റവും മികച്ച യാത്രാ വിമാനമെന്ന നിലയിൽ മികച്ച അനുഭവം വാഗ്ദാനം ചെയ്യാൻ ഖത്തർ എയർവേസ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഗ്രൂപ്പ് സിഇഒ അക്ബർ അൽ ബാക്കിർ പറഞ്ഞു. സ്പേസ് എക്സിന് കീഴിലുള്ള സ്റ്റാർലിങ്കിന്റെ ഇന്റർനെറ്റ് സേവനം ഉപയോഗപ്പെടുത്തുന്ന 5ാമത്തെ എയർലൈൻ കമ്പനിയായി മാറുകയാണ് ഇതോടെ ഖത്തർ എയർവേസ്. ഇൻഫ്ലൈറ്റ് വൈഫൈ എന്ന് വിളിക്കുന്ന സംവിധാനത്തിലൂടെയാണ് വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭിക്കുന്നത്. ഇന്റർനെറ്റ് കണക്ഷൻ ഒഴിച്ചുകൂടാനാകാത്ത കാര്യമായി മാറുന്നതിനാൽ ഇപ്പോൾ ഇൻഫ്ലൈറ്റ് വൈഫൈ സേവനം നൽകുന്ന എയർലൈനുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. വിമാനത്തിൽ വൈഫൈ ലഭിക്കുന്നതിന് ചില എയർലൈൻസിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ ഗോഗോ പോലുള്ള സേവനങ്ങളിലൂടെ വൺ ടൈം പാസും ലഭിക്കും. നിങ്ങൾക്ക് ഒരു യാത്രക്കിടെ തന്നെ വ്യത്യസ്ത എയർലൈനുകളുടെ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഗോഗോ പോലുള്ള സേവനങ്ങളുടെ പാസ് പ്രയോജനപ്പെടും. വലിയ ബാൻഡ് വിഡ്ത്തുള്ള വൈഫൈ കണക്ഷൻ വിമാനയാത്രക്കിടെ ലഭിക്കണമെങ്കിൽ കൂടുതൽ പണം നൽകേണ്ടി വരും. വിമാനത്തിൽ ലഭിക്കുന്ന വൈഫൈക്ക് 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് ഉള്ളത്. ഗ്രൗണ്ട് ബേസ്ഡ് ആയ സിസ്റ്റമാണ് ആദ്യത്തേത്. നിങ്ങളുടെ സെൽഫോണിന് സമാനമായ രീതിയിൽ എയർ ടു ഗ്രൗണ്ട് ആയിട്ടാണ് ഈ വൈഫൈ സംവിധാനം പ്രവർത്തിക്കുന്നത്. വിമാനത്തിലുള്ള ആന്റിനയും സെൽ ടവറുകളും തമ്മിൽ കണക്ട് ചെയ്താണ് ഇത് പ്രവർത്തിക്കുന്നത്. വിമാനം സഞ്ചരിക്കുമ്പോൾ റോളിംഗ് അടിസ്ഥാനത്തിൽ അടുത്തുള്ള ട്രാൻസ്മിറ്ററുമായി കണക്ട് ചെയ്താണ് ഇത് പ്രവർത്തിക്കുന്നത്. സെൽ ടവറുകളും വിമാനത്തിലെ ആന്റിനയുമായി കണക്ട് ചെയ്തതിലൂടെ ലഭിക്കുന്ന ഇന്റർനെറ്റ് ആക്സസ് വിമാനത്തിലെ ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ച് ആളുകൾക്ക് ലഭ്യമാകും. മെയിലുകൾ അയക്കുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് എല്ലാം ഈ കണക്ടിവിറ്റി മതിയാകും. എന്നാൽ കടലിന് മുകളിലൂടെ പറക്കുമ്പോഴും മറ്റും ഈ കണക്ഷൻ ലഭിക്കുകയില്ല. ഇത്തരം അവസരങ്ങളിലാണ് 2ാമത്തെ സിസ്റ്റമായ സാറ്റലൈറ്റ് കണക്ടിവിറ്റിയുടെ ഉപയോഗം.